ഹലോ എവ്രി വൺ, വെൽക്കം ടു ടാഗോ ഡയലോഗ്സ്. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പായിട്ട് ആദ്യമേ ആർ സി ബിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാം. കാരണം ചെപ്പോക്കിൽ വിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം 17 വർഷമായിട്ട് അവർ വിൻ ചെയ്തിട്ടില്ല. അതും ഇത്രയും കൺവിൻസിംഗ് ആയിട്ട് വൺ സൈഡഡ് ആയിട്ട് വിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ചെപ്പോക്ക് എന്ന് വെച്ചാൽ സി എസ് കെയുടെ ഫോർട്രസ് ആണ്. 50 റൺസിനാണ് ആർ സി ബി വിജയിച്ചിരിക്കുന്നത്. ഒരുപാട് പാളിച്ചകൾ സി എസ് കെയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതേസമയം ആർ സി ബി വിത്ത് ബോൾ ആൻഡ് ബാറ്റ് നല്ല രീതിയിലാണ് കളിച്ചത്. കഴിഞ്ഞ സീസൺ IPL ഫൈനലിന് ശേഷം ഇത്രയും വൺ സൈഡഡ് ആയിട്ടുള്ള മാച്ച് ആദ്യമായിട്ടാണ് കാണുന്നത്. ചെപ്പോക്ക് പോലൊരു പിച്ചിൽ 196 ഒക്കെ സ്കോർ ചെയ്താൽ തന്നെ മാച്ച് അവിടെ തന്നെ ഓൾമോസ്റ്റ് ടോപ്പ് ഗിയറിലായി, ഏത് ടീമാണെങ്കിലും. പിന്നെ സി എസ് കെയുടെ ചേസിംഗ് പറയാതെ വയ്യ, നല്ല ശോകമായിരുന്നു. ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല. സ്ട്രേറ്റ് അവേ മൂവിംഗ് ടു സഞ്ജയ്. ഇനീഷ്യൽ തോട്ട്സ് എന്തൊക്കെയാണ് സഞ്ജയ്, പറയൂ. ഞാൻ നമ്മുടെ പ്രിവ്യൂലൊക്കെ നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ് രജത് പട്ടിദാറിന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഇരിക്കും. അത് കംപ്ലീറ്റ്ലി നല്ലൊരു ക്യാപ്റ്റൻസി. ബാറ്റിംഗ് ത്രൂ ആയാലും പുള്ളി ലീഡ് ചെയ്തു. അതുപോലെ തന്നെയാണ് ക്യാപ്റ്റൻസി ബോളിംഗ് ടൈം വന്നപ്പോഴത്തേക്ക് നല്ല രീതിക്ക് കുണൽ പാണ്ഡ്യൻ ബോൾ ചെയ്യിപ്പിക്കാതെയും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടായിരുന്ന സമയത്തും, അതുപോലെ ദൂബെയും രജനും നല്ല സ്പിൻ പ്ലേയേഴ്സ് ആയിരുന്ന സമയത്ത് പോലും യാഷനെ കൊണ്ടുവന്ന് രജനെ വിക്കറ്റ് എടുക്കുകയൊക്കെ ചെയ്ത് നല്ല രീതിക്ക് നല്ലൊരു ക്യാപ്റ്റൻസി നമ്മൾ കണ്ടു. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ RCB കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ദ മാച്ച്. CSKക്ക് ഒരു ഇന്ത്യൻ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. പിന്നെ പ്രോപ്പറായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമകരമായ ഒരു കാര്യമാണ്. വൺ ഓഫ് ദ ലെജൻഡ് ധോണി നമ്പർ 9 ഒക്കെ വന്ന് ഇറങ്ങിയ ഒരു വല്ല വിശിഷ്ടപ്പെട്ട ഒരു ദിവസമായിപ്പോയി. 9 വന്നെന്ന് മാത്രമല്ല, ആ സമയത്ത് ജഡേജ ആയാലും ധോണി ആയാലും റണ്ണേ ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ഡോട്ട്സും സിംഗിളും അതെ, ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആ റണ്ണേ ബോളെ കളിച്ച് 4 ബോളിൽ 2 റണ്ണൊക്കെ ഇങ്ങനെ റണ്ണേ ബോൾ ആയിരുന്നു. എന്താ പറയാ, ഇവിടെ RCB സ്റ്റാർട്ടിംഗ് ബോളല്ലേ മത്സരത്തിന്റെ, അത് മുതൽ എൻഡിങ് വരെ ത്രൂ ഔട്ട് പോസിറ്റീവ് ക്രിക്കറ്റ് കളിച്ചപ്പോ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞ പോലെ. എന്ത് നെഗറ്റീവ് അതൊക്കെ? വളരെ മോശം ക്രിക്കറ്റ് കാഴ്ചവെക്കാണ് ഒരു IPL എന്നുള്ള വലിയൊരു വേദിയിൽ കാഴ്ചവെക്കുന്ന. ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും, ബോളിംഗ് പിന്നെയും പെർഫോം ചെയ്യുന്നുണ്ട്, ബാറ്റിംഗ് വളരെ വളരെ മോശം, പക്ക നെഗറ്റീവ്. ഈ ടീമുകളൊക്കെ കഴിഞ്ഞൊരു 3 വർഷത്തിനിടയിൽ ഇൻക്ലൂഡിങ് ഇന്റർനാഷണൽ ടീംസ്, പാകിസ്ഥാൻ മാത്രമേ അപവാദം, ടീമുകളൊക്കെ അപ്രോച്ച് മാറ്റി തുടങ്ങി ഈ പവർ പ്ലേ മാക്സിമം റൺസ് സ്കോർ ചെയ്യാന്നുള്ളത്. ഈ CSK പണ്ടും അന്നും ഇന്നും ഒരു സേഫ് ലൈന് വിക്കറ്റ് പോവാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു ഇതാണ് നടക്കുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് ആ മക്കല്ലം സ്മിത്ത് വന്ന ഇതല്ലാതെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി 6 ഓവറിൽ 45-50. ഇന്ന് 6 ഓവറിൽ 200 ചേസ് ചെയ്യുമ്പോൾ 6 ഓവറിൽ സ്കോർ ചെയ്ത് 30 റൺ. 30 റൺസ്. ഒരു ടീമിന്റെ അവസ്ഥയാണ്. അതിൽ ഈ രച്ചിൻ രവീന്ദ്ര സ്കോർ ചെയ്തൊന്ന് മാറ്റി നിർത്താം, പക്ഷെ അയാൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത്. അയാൾക്ക് ശേഷം അവിടെ 4 പേര് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഓപ്പണർ ത്രിപാഠി. ഇവനും ബാക്കി ഋതുരാജും സാംകരൻ ഏറ്റവും വലിയ തലവേദന ടീമിനെ. അവരും പിന്നെ ഹൂഡ ടീമിലെ ഇനി കാണാൻ പാടില്ലാത്ത രീതിയിലാണ് ഇന്ന് കളിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ 17-16 ക്യാച്ച് സിറ്ററാണ് വിട്ട് കളയുന്നത്. മറ്റു 2 ക്യാച്ച് ടൈറ്റ് ആണ് നേരിടുക. ഈ 5 ഓവർ കളിച്ചിട്ട് ഇവന്മാർ നേടുന്നത് 18 റൺസാണ്. ഒരു 200ന്റെ ചേസിൽ ഇവന്മാരെല്ലാരും കൂടി 5 ഓവർ കളിച്ച് നേടുന്നത് 18 റൺസ്. അവരുടെ വിക്കറ്റ് പോയതിനു ശേഷം ഇറങ്ങുന്നത് ആഷും ജഡേജയും. പണ്ടത്തെ സീരീസുകൾ ഉണ്ടാവില്ല, ഹോം സീരീസുകൾ, അതിൽ ഇന്ത്യ 5 വിക്കറ്റ് ഒക്കെ പോയാൽ, അല്ലെങ്കിൽ 6 വിക്കറ്റ് പോയാൽ പെട്ടെന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ ഓർമ്മ വരുന്ന പാർട്ണർഷിപ്പ് അവന്മാർ കളിച്ചത്. അതിന് ഇറക്കി വിട്ട ധോണിനെയും പറയണം, അത് വേറെ കാര്യം. ഇവര് ഈ ചേസ് 200 ചെയ്യുമ്പോൾ മിനിമം പുറത്തുനിന്ന് കളി കാണാൻ വരുന്നില്ല. ഇത്രയും പൈസ കൊടുത്തിട്ട് അവരോടുള്ള റെസ്പെക്ട് എങ്കിലും വേണ്ടേ? TV കാണുന്നത് ഇത്ര ദൂരത്ത് നിന്ന് വെറുതെ ഇരുന്ന് കാണാൻ ബോറടിച്ച് നിർത്തി പോവാന്ന് കരുതാം. ഇവന്മാർക്കുള്ള ഒരു റെസ്പെക്ട് കൊടുക്കണ്ട. ഒരു ഓവറിൽ 5-6 റൺസ് ഒക്കെ എടുത്ത് പോയിട്ട് എന്തിനെങ്ങനെ വെറുപ്പിക്കുന്ന ആ ഫാൻസിന്, ആരാധകരെ? ഒരു ബഹുമാനം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ഹിറ്റായും പറ്റാഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പൊ ലാസ്റ്റ് ഓവറിൽ കണ്ടില്ലേ ഹിറ്റ് ചെയ്യുന്നത്. നീ ഇഞ്ചുറി കംപ്ലീറ്റ് മാറിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സീസണിൽ. വേറെ അതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, 9ാമത് ഇറങ്ങിക്കോളൂ, കുഴപ്പമില്ല. കാരണം 9ാമത് ഇറങ്ങി എന്ന് പറയുമ്പോഴും ഒരു 16 ഓവർ ആകുമ്പോഴേക്കും 7 വിക്കറ്റ് പോയി. പിന്നെ 9ാമത് ഇറങ്ങേണ്ട പുള്ളി എപ്പോഴും ഒരു 4 ഓവർ മുന്നേ ഇറങ്ങും. 16ാമത്തെ ഓവറിലാണ് ഇറങ്ങുക. ഇന്ന് 16ാമത്തെ ഓവറിൽ ഇറങ്ങി, 7 വിക്കറ്റ് പോയതുകൊണ്ട് 9ാമത് ഇറങ്ങി, ഫൈൻ. പക്ഷെ മാച്ച് കളിക്കണ്ടേ? ഈവൻ ജഡേജ ഇത് ആണെങ്കിൽ പോലും, ഞാൻ ധോണിയെ മാത്രം പറയല്ല, ജഡേജ ആണെങ്കിൽ പോലും ഒരു 4 അടിക്കാനുള്ള ഇന്റന്റ് പോലും കാണിക്കുന്നില്ല. രണ്ടുപേരും കാണിക്കുന്നില്ല. മാച്ച് CSKയുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ നെറ്റ് റൺ റേറ്റിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണ്ടേ? കാരണം RCB ആണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത് നെറ്റ് റൺ റേറ്റ്. അവർക്ക് ആദ്യത്തെ മാച്ച് വിജയിച്ചപ്പോൾ തന്നെ +2 റൺ റേറ്റ് കിട്ടും. ഇപ്പം 50 റൺസിന് തോറ്റാൽ തന്നെ നെറ്റ് റൺ റേറ്റ് അവരുടെ കയ്യിൽ നിന്ന് പോകും. എന്നാൽ എന്തെങ്കിലും ഒരു 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 ഓവറിൽ അറ്റ്ലീസ്റ്റ് ഒരു 7 റണ്ണോ 8 റണ്ണോ എങ്കിലും, ഒരു ബൗണ്ടറി ഇല്ലെങ്കിൽ ഒരു ഡബിളോ, എന്തെങ്കിലും ഒരു ഇന്റന്റ് കാണിക്കണ്ടേ? മിനിമം ഒരു ബൗണ്ടറി വെച്ച് പോയാൽ പോലും സ്കോർ 160 ഒക്കെ കടത്താം. ഇത് അതുപോലും ചെയ്യുന്നില്ല. ഇത് ഈ ബാറ്റിംഗ് ഓൾറെഡി പ്രീവിയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, ബാറ്റിംഗ് ഷോക്ക് ആണെന്നുള്ള കാര്യം. കാരണം ബാറ്റിംഗ് ഡെപ്ത് ഇല്ല ആക്ച്വലി. ധോണി പണ്ടത്തെ പ്രേമൊന്നുമല്ലല്ലോ. ഈ ധോണിയുടെ ഇത് വെച്ചിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല CSKക്ക്. ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് സാം കറന്റെ ഇൻക്ലൂഷനാണ്. അതിന് പകരം നല്ലൊരു ഇന്ത്യൻ ബാറ്റർ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരു പരിധി വരെ ഇത് പരിഹരിക്കാമായിരുന്നു. 2 പകരം കൂടുന്ന ബാറ്റേഴ്സ് ടീമിൽ ഉൾപ്പെടുത്തിയാലും സാം കറിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല.
ത്രിപാഠിയും ഹൂഡയും പിന്നെ ശങ്കറും ഉള്ളത്. ഈ ഹൂഡക്ക് എന്തിനാണ് ഹൂഡ ടീമിൽ നിന്ന് മനസ്സിലാവുന്നില്ല. ത്രിപാഠി 2 വർഷങ്ങളായിട്ട് IPL ഡിപ്പാണ് ഫോം. അപ്പോ ഒരു ഓവർ ഡിപ്പെൻഡന്റ് ആണ് ഈ രജൻ രവീന്ദ്രയിലും ഋതുരാജിലും. ഈ ഋതുരാജ് രവീന്ദ്ര ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ CSK ഒരു മാച്ച് സർവൈവ് ചെയ്യുന്നുള്ളത് കണ്ടറിയണമെന്നുണ്ട്. ഫസ്റ്റ് ഓവറിൽ 2 പേരുടെ വിക്കറ്റാണ് പോകണം. 49 RCBയുടെ അത് കടക്കുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അതൊന്ന് കണ്ടോളുന്നുണ്ട്. കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ടീമിന് മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ ഓപ്പണർ കൊണ്ടുവരണ്ടേ, ഹെഡിനെ പോലെ, അഭിഷേകിനെ പോലെ, JFM പോലെ, ഇഷാൻ കിഷനെ പോലെ, അല്ലെങ്കിൽ QDK. എത്ര പേര് എല്ലാ ടീമിലും കളിക്കുന്നത്. അവരിൽ എല്ലാ ടീമുകളിലും ഉണ്ട്. RCBയിൽ കോഹ്ലിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് സാൾട്ട് ഉണ്ട്. CSKക്ക് എവിടെ ഒരു ഓപ്പണർ? ഇവർക്ക് എല്ലാവർക്കും ഒരേ സ്റ്റൈലാണ്, ഒരേ സ്റ്റൈൽ പ്ലേയേഴ്സ് ആണ് ഉള്ളത്. CSK ഉള്ളതെല്ലാം ഒരേ സ്റ്റൈൽ, അതായത് ആദ്യമേ ജഡേജ ഒന്ന് സെറ്റിലായി കളിക്കുക മാത്രമുള്ള ഒരു പ്ലേയേഴ്സ് മാത്രം. ബാറ്റിങ്ങിന് ജഡേജ ആയാലും അശ്വിൻ ആയാലും പിന്നെ ഹൂഡ ആയാലും എല്ലാവരും ബാധ്യതയാണ്. പിന്നെ ഈവൻ ശിവൻ ദുബെ പോലും ബാധ്യതയാണ്. ശിവൻ ദുബെയൊക്കെ റീഡ് ചെയ്ത് കഴിഞ്ഞ് ബോളേഴ്സ്, അയാൾ ബാറ്റിംഗ് മാറ്റിയെടുത്തില്ലെങ്കിൽ അയാൾ ഇനി ബാധ്യതയ്ക്ക് മാറും. ശിവം ദുബെയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എക്സ്പ്ലോസീവ് ബാറ്റർ ആണ്, റീറ്റെയിൻ ചെയ്ത പ്ലെയർ ആണ്, നമ്പർ 4 ഇറങ്ങുന്ന പ്ലെയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ 4 ഇറങ്ങേണ്ട പുള്ളി ആദ്യം കുറച്ച് വിക്കറ്റ്സ് പോകണമെങ്കിൽ പുള്ളിനെ ഇറക്കി വിടില്ല. പവർ പുള്ളിനെ പ്ലേ സേഫ് ഇറക്കി ആക്കി വിടും. വെക്കുകയാണ് എപ്പോഴും. CSKയുടെ ഒരു മാനേജ്മെന്റിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിനെ എപ്പോഴും സേഫ് ആക്കി വെക്കാം. സ്പിന്നേഴ്സ് വരുമ്പോൾ മാത്രം പുള്ളിനെ ഇറക്കി വിടുക. റിക്കവറി റൺ റേറ്റ് ഹൈ ആക്കുമ്പോൾ അയാൾ ഇറക്കി വിട്ട് അയാൾക്കും പ്രഷർ ആവില്ലേ? ഇനിയിപ്പം നമുക്ക് CSKയുടെ മിഡിൽ ഓർഡർ ശോകമാണെന്നുള്ളത് നമ്മൾ പ്രിവ്യൂവിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച സമയങ്ങളുണ്ട്. ടോപ്പ് ഓർഡറിന്റെ കാര്യം പറയുകയാണെങ്കിൽ CSKയുടെ ചരിത്രത്തിൽ തന്നെ ഡെവിൻ കോംനെയും ഋതുരാജ് ഗെയ്ക്വാത്തുമാണ് CSKയുടെ ഓൾ ടൈം ബെസ്റ്റ് ഓപ്പണിംഗ് പെയർ. അവർ ഈ ടീമിൽ അവൈലബിൾ ആയിട്ട് പോലും അവർ ഇറങ്ങുന്നില്ല. ഈവൻ ഋതുരാജ് പോലും ഓപ്പണിംഗിന് ഇറങ്ങുന്നില്ല. രച്ചിനാണ് ഓപ്പണിംഗിന് ഇറങ്ങുന്നത്. കൂടെ ഇറങ്ങുന്നത് ത്രിപാഠിയാണ്. ത്രിപാഠി ഫസ്റ്റ് മാച്ചിൽ ഫെയിൽ ആയി. സ്റ്റിൽ ആ മാച്ച് വിൻ ചെയ്തുകൊണ്ട് CSKയുടെ ഒരു വിൻ ഫോമുലയുണ്ട്. ഏതൊക്കെ പ്ലേയേഴ്സ് മോശം കളിച്ചാലും ടീം വിജയിക്കുന്നുണ്ടോ ആ പ്ലേയേഴ്സ് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. ബെഞ്ചിൽ ഇനി എത്ര വലിയ പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും അവരെ കളിക്കാൻ വെക്കില്ല. ഒരു പരീക്ഷണങ്ങളുടെ കലവറ തന്നെയാണ് CSK മാനേജ്മെന്റ്. ഇപ്പോഴും ഷിഹാബ് പറഞ്ഞ പോലെ തന്നെ പവർ പ്ലേയില് 6 ഓവറിൽ 70 റണ്ണ് പോലും നോർമൽ ആണ്. നമുക്ക് ഒരിക്കലും ആറ് ഓവറിൽ 70 റൺ എടുത്തു വെച്ചാൽ നല്ല സ്കോർ എന്ന് പോലും ഇപ്പൊ പറയാൻ പറ്റില്ല. 80 പോലും മോശം കാണുന്ന ടീമുകളുണ്ട്. ഡൽഹിയൊക്കെ 90+ ആണ് ടാർഗറ്റ്, മിനിമം ടാർഗറ്റ്. SRന്റെ കാര്യം പോകും, അത് വേറെ ടീമായിട്ട് കൂട്ടാം. ഒരുവിധം ടീമുകളൊക്കെ 80ഉം 90ആണ് മിനിമം ടാർഗറ്റ് ആയിട്ട് പവർ പ്ലേയില് വെക്കുന്നത്. CSKയുടെ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അവരൊക്കെ ഒരു വേക്കപ്പ് കോൾ ആണ്. അത് ടൂർണമെന്റിന്റെ ആദ്യം വന്നത് എന്തുകൊണ്ടും നന്നായി എന്ന് കമന്റേറ്റേഴ്സ് തന്നെ പറയുന്നുണ്ടായിരുന്നു. റേതർ ഒരു ടുവേർഡ്സ് എൻഡ് പോകുന്ന സമയത്ത് ഒരു 4 കളികളിൽ നിന്ന് 3 വിജയം വേണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നല്ല ഈ ഒരു മാച്ച് വന്നിരിക്കുന്നത്. അതാണ് CSKയെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ പറ്റുന്ന ഏക ഘടകം. പിന്നെ രച്ചിന്റെ ചെറുത്തുനിൽപ്പും നൂറിന്റെ ബൗളിംഗ് പ്രകടനം. കമ്മിങ് ബാക്ക് ടു RCB, അവർ ഇന്ന് ഓപ്പണിംഗിൽ തന്നെ ഫിൽ സോൾട്ട് കൊൽക്കത്തയിൽ നിന്ന് എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് മാച്ച് പുള്ളി ഫെയിൽ ആയെങ്കിൽ പോലും ഫിൽ സോൾട്ട് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ദേവദത്ത് പട്ടിക്കൽ നല്ല രീതിയിലാണ് ചെപ്പോക്ക് പോലെ ഒരു സ്ലോ പിച്ചിൽ ഇന്ന് ബാറ്റ് ചെയ്തിരിക്കുന്നത്. ടുവേർഡ്സ് എൻഡ് ടിം ഡേവിഡ് നന്നായിട്ട് സ്കോർ ചെയ്തു. രജിത് പട്ടിദാർ സ്റ്റാർ ബാറ്റ്സ്മാൻ, പുള്ളിയാണ് സ്റ്റാർ ബാറ്റർ, അവരുടെ ക്യാപ്റ്റൻ, ലീഡിംഗ് ഫ്രം ദ ഫ്രണ്ട്. സ്പിന്നേഴ്സിനൊക്കെ ബ്രൂട്ടലായിട്ടാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. വിരാട് കോഹ്ലി ഒരു എക്സെപ്ഷണൽ കേസാണ്. 30 പന്തിൽ 31 റൺസ്. അതൊന്നും പറയാനില്ല. നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു കോഹ്ലി. പിന്നെ ലിവിങ്സ്റ്റണും സ്ട്രഗിൾ ചെയ്തു, പക്ഷെ അയാൾ അധികം ഉപദ്രവിച്ചില്ല ടീമിനെ. ബാക്കിയുള്ള എല്ലാ ബാറ്റേഴ്സും സ്റ്റാർട്ടിങ് ടു എൻഡ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത് പതിതാറ് ഫ്രം സ്റ്റാർട്ടിങ് ഫസ്റ്റ് ബോൾ മുതൽ എല്ലാ ബോളും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ആള് നല്ല രീതിയിൽ ലക്കിയായിരുന്നു. 3 ക്യാച്ച് എങ്ങനെ ഡ്രോപ്പായി, സിക്സറും 2 പിന്നെ കുറെ 2 എഡ്ജഡ് ബൗണ്ടറീസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ അറ്റാക്കിംഗ് ഒരു ഇന്റന്റ് ഉണ്ടല്ലോ ഈ പിച്ചില്. ചെന്നൈയിലെ ചിലപ്പോൾ സ്ലോ ആണെങ്കിൽ നമുക്ക് ഉപദ്രവമായിട്ട് മാറും ചെറിയ സ്കോർ എന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് ആൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചെന്നൈയുടെ ഋതുരാജ് കാട്ടിൽ മണ്ഡലമാണ്. അശ്വിൻ എന്നുള്ള ഓഫ് സ്പിന്നർ കയ്യിലുണ്ടായിട്ട് ഈ ജഡേജ എന്ന ലെഫ്റ്റ് ആം സ്പിന്നറെ ദേവദത്ത് പടിക്കലിന് മുന്നോട്ട് കൊടുത്തു. അത് അനാവശ്യമായിട്ടുള്ള ബ്ലണ്ടർ ആയിരുന്നു. അത് അശ്വിൻ വന്നപ്പോൾ വിക്കറ്റ് എടുക്കുകയും ചെയ്തു. 2 ബോൾ തേച്ച് കളിക്കാൻ അശ്വിനെ പറ്റാത്ത പ്ലെയറാണ് ഈ ദേവദത്ത് പടിക്കൽ. കണ്ടിന്യൂസ് ആയിട്ട് ആളത് കറക്റ്റ് വിക്കറ്റിന് മുന്നിൽ വീഴുകയും ചെയ്തു. അതിന് ജഡേജയും പ്രഷറായി, റണ്ണും ലീക്കായി. ജഡേജ ആ ഓവർ കാരണം ആകെ പ്രഷറായി. പിന്നെ ജഡേജക്ക് അടുത്ത ഓവർ അടി കിട്ടി. അതിന്റെ പുറമെ ഒന്ന് തിരിച്ചു വന്നു വരുന്നത് 18-19 ഓവറിൽ 2 നല്ല ഓവറുകൾ. ഖലീൽ അഹമ്മദ് ചെന്നൈക്ക് വേണ്ടി നല്ല പെർഫോമൻസ് നടത്തിയ ആകെ ഒരു പ്ലെയർ. നൂർ അഹമ്മദും ഒരു വിധം നടത്തിയിട്ടുണ്ട്. ബാക്കി ബാറ്റിംഗിലായാലും ബോളിംഗിലായാലും എടുത്തു പറയാൻ ആരുമില്ല. ബാറ്റിംഗ് ധോണി ലാസ്റ്റ് അടിച്ചൊന്നും നോക്കണ്ട, ആരും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഖലീൽ അഹമ്മദും നൂറും കളിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നൂറ് നല്ല 2 വിക്കറ്റുകൾ നേടി. ഖലീൽ റണ്ണേ ലീക്ക് ചെയ്തിട്ടില്ല. ഈ ഖലീലും 10 റണ്ണിന് 2 നല്ല ഓവറുകൾ, 12 ഓവർ മെയ്ഡൻ ഓവർ എന്ന് തന്നെ പറയാം. ആ 2 നല്ല ഓവർ വന്നതിന് ശേഷം ഈ സാംകറൻ വന്നിട്ട് ഫുൾ ടോസ് എടുത്ത് മറ്റവനെ ഫോം ആക്കുന്നത്. ഫുൾ ടോസ് മാത്രം അടിക്കുന്ന ഒരു പ്ലെയർ. അവനിട്ടിട്ട് ഫുൾ ടോസ് എടുത്ത് 6 അടിക്കുന്ന, ബാക്കി 2 ബോളുകളും സ്ലോട്ടിലിട്ട് എടുക്കുന്നു. സ്ലോട്ടും ഫുൾ ടോസും മാത്രം കളിക്കാറുന്ന ഒരു ബാറ്ററാണ് ആ മുന്നിൽ ഇരിക്കുന്നുള്ള അവനക്ക് അറിഞ്ഞിട്ടും എനിക്ക് ബോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവൻ ആക്ച്വലി സാംകറൻ ഒരു ബാധ്യത സീസണിൽ നല്ല രീതിയിൽ ബാധ്യതയായിട്ട് മാറും. കാരണം ടീമിന്റെ 11 തീരുമാനിക്കുന്നത് അയാളുടെ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ ആണ്. അത് CSKയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. കാരണം അയാളെ പുറത്താക്കാൻ പറ്റൂല. പുറത്താക്കിയ ബാറ്റിംഗ് ഇല്ല. പക്ഷെ അയാളെ കൊണ്ട് ബാറ്റിങ്ങിന് ഉപകാരം ഉണ്ടോ? ഇല്ല. ഇന്ന് 13 പന്തിൽ 8 എന്താ കാട്ടിയത്? തിത്തിത്താരയാണ്.
പിന്നെ എന്തിനാലും ടീമിൽ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ കോൺവേയെ കൊടുക്കുന്ന അൻസുൽ കമ്പോച്ച് എന്നുള്ള ഒരു ഇന്ത്യൻ ബോളർ അല്ലെങ്കിൽ നാഗർകോട്ടി ഈ ഒരു 2 ഇന്ത്യൻ ബോളേഴ്സിൽ ഒരാൾ ഇറക്കേണ്ടി വരും. കോൺവേയുടെ കൊണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ നല്ല സ്റ്റെബിലിറ്റി ഉള്ള പ്ലെയറാണ്. 100% അയാളെന്ന് റിസൾട്ട് വരും. പക്ഷേ 140-150 സ്ട്രൈക്ക് റേറ്റ് മാക്സിമം എക്സ്പെക്ട് ചെയ്താൽ മതി. സ്റ്റിൽ അയാൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യും. ഈ പ്രൊവൈഡ് ചെയ്യാത്ത ഹൂഡനെയും ത്രിപാദിനെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിരിക്കും. സീസൺ കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് CSK ഫിനിഷ് ചെയ്യാൻ പറ്റിയ കോൺവേയെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു ബാറ്റിംഗ് ഓർഡറിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. കോൺവേ വന്നു കഴിഞ്ഞാൽ രജനും കോൺവേ ഒരുമിച്ച് കളിക്കുമ്പോൾ ബാറ്റിംഗ് ഓർഡർ ആകെ അലങ്കോലമായിട്ട് മാറും. ഹേസൽവുഡിന്റെ ബോളിംഗ് പെർഫോമൻസ് ആ കഴിഞ്ഞ മാച്ച് ആയിട്ട് നമ്മൾ കണ്ടതാണ്. ആ ഒരു ലെങ്ത്തിൽ ആ ഒരു ഷോർട്ട് ബോൾ അല്ലെങ്കിൽ പുള്ളിയുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു ബോളിങ്ങും കാര്യങ്ങളും എല്ലാം പുള്ളി ആ കംപ്ലീറ്റ്ലി ആ രീതിക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭുവനേഷ് കുമാറിന്റെ ഇൻക്ലൂഷൻ ഇഞ്ചുറി ആയിരുന്നു ഫസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞു. സെക്കൻഡ് മാച്ചിൽ വന്നു നല്ല രീതിക്ക് ഹാസൽവുഡ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അതിന്റെ കൂടെ ഭുവനേശ്വറിന്റെ ഒരു നല്ല സ്പെല്ലും ഇതുകൂടെ ആയപ്പോഴത്തേക്ക് ആൾമോസ്റ്റ് CSK ഡൗൺ ആയി. CSK ഡൗൺ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പ്ലേ ഒന്നാമതേ അവർ ലോ സ്കോറിംഗ് ടീംസ് ഒക്കെയാണ്, അതിലൊന്നാണ്. അതിന്റെ കൂടെ പവർ പ്ലേയിൽ നല്ല ബോളിംഗ് പാർട്ട്നേഴ്സും കൂടെ വന്നപ്പോഴത്തേക്ക് ആൾമോസ്റ്റ് അവർ ഡൗൺ ആയി. ആ രണ്ട് ബോളിംഗ് ടോപ്പ് ഓർഡർ ന്യൂ ബോൾ നല്ല രീതിക്ക് ബോൾ ചെയ്തു. പിന്നെ അവർക്ക് കൂടുതലായിട്ട് പ്രഷർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അവര് കറക്റ്റ് സമയത്ത് കറക്റ്റ് ബോളേഴ്സിനെയൊക്കെ ഇട്ട് കൊടുത്തു. ജറ്റിന്റെ ക്യാപ്റ്റൻസി ഒക്കെ ഓക്കെയാണ്, ബെറ്റർ ആണ്. പിന്നെ CSKയുടെ ഇന്റന്റ് എന്ന് പറയുന്ന കാര്യം ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ അവർക്ക് എളുപ്പമായി. അവരുടെ CSKയുടെ നെഗറ്റീവ് അപ്രോച്ച് നല്ല രീതിയിൽ അവർ ഫീൽഡിങ്ങിലായാലും ബോളിംഗ് ചേഞ്ചസിലായാലും മുതലെടുത്തിട്ടുണ്ട്. കാരണം ദൂബെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച അടുത്ത ഓവറിൽ പേസറെ ദയാലിനെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ റൺസ് കുറക്കുന്നുണ്ട്. അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് ഒന്നാമത് CSKന്ന് പോസിറ്റീവ് അപ്രോച്ച് ക്രിക്കറ്റ് ഉണ്ടാവാത്തതാണ് റീസൺ. എനിക്ക് തോന്നുന്നു ക്രൂണലില്ലാത്ത എല്ലാ ബോളേഴ്സും നല്ല വൃത്തിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ്. ഹേസൽവുഡ് വേറെ ലെവൽ ബോളർ. ചിന്നസ്വാമിയിൽ എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഇന്നൊക്കെ അയാളുടെ ഓരോ ബോളുകളും കറക്റ്റ് ലൈൻ ലെങ്ത്. ആകെ ധോണി അടിച്ച 2 4 മാത്രമാണ് ഒരു മോശം പന്തുകൾ എന്ന് പറയാനുള്ളത്. ബാക്കിയൊക്കെ നല്ല ബോളുകൾ. കളിച്ചിട്ടുള്ള പ്ലെയർ ആണല്ലോ, ഗ്രൗണ്ടിൽ അറിയുന്ന ആളാണല്ലോ. അതെ അതെ. CSK ആദ്യമായിട്ടാണ് 50 റൺസിന് തോൽക്കുന്നത്. ഏറ്റവും വലിയ തോൽവി RCB ആയിട്ട് 37 റൺസ് എങ്ങനെയായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. CSK ഇപ്പൊ ഹൈദരാബാദ് അല്ലെങ്കിൽ ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ഗുജറാത്ത് ടൈറ്റൻസിനോടോ അല്ലെങ്കിൽ ഹൈദരാബാദിനോടോ ഒക്കെ കളിക്കുന്ന സമയത്ത് ഒരു 200 ടാർഗറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാറ്റിംഗ് ട്രാക്കിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ബട്ട് ഈവൻ CSKയുടെ ഫോർട്രസിൽ പോലും ഇതാണ് അവസ്ഥ എന്ന് നമ്മൾ കണ്ടു. തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഒബ്വിയസ്ലി നമുക്കറിയാം CSK ആണ്, തിരിച്ചു വരും. പക്ഷേ ബാറ്റിംഗ് ലൈനപ്പ് പ്രീവ്യൂവിൽ തന്നെ നമ്മൾ സംസാരിച്ച കാര്യമാണ്. ഈ ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് 200 അല്ലെങ്കിൽ 230 എന്നുള്ള കറന്റ് സിനാരിയോയിലെ നോർമൽ സ്കോർ ആയിട്ടുള്ള 230 ചേസ് ചെയ്യാനുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് CSKക്ക് ഇല്ല എന്നുള്ളത്. ഇനി ബാറ്റിംഗ് ഫസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ചോക്കിംഗ് ആണ്. ഓപ്പണിംഗ് തൊട്ട് അവർ ചോക്കിംഗ് ആണ്. കാരണം കഴിഞ്ഞ മാച്ച് വിജയിച്ചെങ്കിൽ പോലും അവരുടെ ഓപ്പണിംഗ് സ്ലോട്ട് വൻ പരാജയമായിരുന്നു. കോൺവേയുടെ എക്സ്ക്ലൂഷൻ, അതേപോലെ ത്രിപാഠിയുടെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു വരവ്. അത് RPSൽ പുള്ളി 2017-ലും 2016-ലും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മൾ ഓപ്പണിംഗിന് വെളിയിൽ ഇറക്കേണ്ട കാര്യമില്ല. ത്രിപാഠി എന്നുള്ളൊരു പ്ലെയർ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ എവിടെയും നല്ലൊരു 50 അടിച്ചത് പോലും നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ ഒരു പ്ലെയറിനെ CSK കൊണ്ടുവന്നു. അതേസമയം RCB ഇന്നത്തെ മാച്ചിനെ സ്വീകരിച്ച ഒരു രീതി, അതുപോലെ തന്നെ RCB ഫാൻസിന്റെ ഇത്രയും കാലത്തെ ഒരു ഫ്രസ്ട്രേഷൻ, RCBയുടെ ഒരു ഓവറോൾ പെർഫോമൻസിനെ കുറിച്ച് സംസാരിച്ചു. ബാറ്റിംഗ് എഫേർട്ട് കൂടുതലായിട്ട് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. കോഹ്ലിയും പിന്നെ ലിവിങ്സ്റ്റണും ഒഴിച്ച് അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഒക്കെ അവർ വന്നതല്ല അവർ ഇന്റന്റ് ആണ്. അവർ സ്കോർ ചെയ്യണം. അവർക്കൊരു 190 + 200 ഒക്കെ അടിച്ച് അവർക്ക് സേഫ് ആവണം. എന്തായാലും 200 ഒന്നും CSK ചേസ് ചെയ്യില്ല എന്ന് അവർ നല്ല രീതിക്ക് ഈ വട്ടത്തെ ഓരോ ടീമുകളെയും നല്ല രീതിക്ക് അവർ ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. CSK ഒരു 200 ഒക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചേസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അത്രയും ടോപ്പ് ക്ലാസ് സ്പിന്നേഴ്സ് ഒന്നും ഇല്ല. ഒരു സ്പിൻ പിച്ച് ആയ പോലും അവര് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അവര് ഫസ്റ്റ് ബാറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഒരു 190 200+ അടിക്കുക. ഇത് തന്നെയാണ് അവർ ചെയ്തത്. അവരെല്ലാ ബാറ്റേഴ്സും ആ ഇന്റന്റ് തന്നെയാണ്. എന്റെ കൂടെ പോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡേവിഡ് ലാസ്റ്റ് 3 6 അടിച്ച് റൺസ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുകയാണ് ചെയ്തത്. 179 അങ്ങാണ്ട് 173 അങ്ങോട്ട് ഉണ്ടായിരുന്നു. 177. അതെ, 3 6 അടിച്ച് 196 ആക്കി കൊടുക്കാണ്. 2018-ലെ 19 എങ്ങനെയാണ് അവസാനമായിട്ട് 180 ട്ടോ, 200 അല്ല, 180+ ചേസ് ചെയ്യുന്നത്. 2018 RCBക്കെതിരെ ചേസ് ചെയ്തിട്ടുണ്ട് ധോണി കളിച്ച ഇന്നിങ്സ്. അതിനുശേഷം ഒരു 180+ ചേസ് ഉണ്ടായിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് CSKയുടെ സൈഡിൽ പറയാനൊന്നുമില്ല. RCBയുടെ ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും അവർ നല്ല രീതിക്ക് ഈ CSKയുടെ ഇന്റന്റ് അവർ മുതലെടുത്ത് നല്ല രീതിക്ക് അവർ കളിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ പ്രഷർ അവർ ചെലുത്തി കഴിഞ്ഞു. ആൾമോസ്റ്റ് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു ഗുജറാത്തിന്റെ. ഷിഹാബ് പറഞ്ഞ പോലെ തന്നെ ജഡേജയ്ക്ക് അവിടെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പടിക്കലൊക്കെ അത്രയും പെർഫോമൻസ് പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് ഇന്റന്റ് പോലും ഇല്ലാതാവും. ആദ്യത്തെ കുറച്ച് ബോളൊക്കെ നല്ല രീതിക്ക് പുള്ളി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജഡേജയെ കൊണ്ടിട്ട് ആ ഓവർ തൊട്ട് പുള്ളി അങ്ങോട്ട് പിന്നെ സ്കോർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതൊക്കെ ഒരുപാട് ബ്ലണ്ടേഴ്സ്. ജഡേജയുടെതും പോയി, ആത്മവിശ്വാസം പോയി. അതെ, ജഡേജ അപ്പൊ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നിട്ട് അശ്വിനെ കൊടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് പോലും അതുപോലെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസിയിലായ പോലും. ഈ 2 മത്സരങ്ങൾ വെച്ച് RCBയുടെ ഒരു അപ്രോച്ച്, ടോട്ടൽ അപ്രോച്ച് ആട്ടോ ഞാൻ പറയുന്നത്. സ്ട്രാറ്റജി, പ്ലാനിങ്,
ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ അവർ സീസൺ ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് അറിയില്ല. ഇതുവരെയുള്ള 2 മത്സരങ്ങൾ വെച്ചിട്ട് അവരുടെ മൊത്തത്തിലുള്ള ഒരു അപ്രോച്ച് കിടിലാണ്. കാരണം KKR തോൽപ്പിച്ച് ചെന്നൈയിൽ ഒന്ന് തോൽപ്പിക്കുന്നത് എത്ര 16 വർഷങ്ങൾക്ക് ശേഷം 2008 എങ്ങനെയാണ് ചെന്നൈ ചെപ്പോക്കിൽ തോൽപ്പിച്ചിട്ടുള്ളവർ. ഇതുവരെ ചെപ്പോക്കിൽ അവർക്ക് വിജയിക്കാൻ പറ്റിയിരുന്നില്ല. ചെന്നൈ ബാറ്റിങ്ങിൽ എന്തെങ്കിലും മിറാക്കിള് കൊണ്ടുവന്നില്ലെങ്കിൽ, അതായത് ഈ ഋതുരാജ്, ശിവൻ ദൂബെ, രജിൻ രവീന്ദ്ര, ഇതിപ്പോ 3 പേരും ഫോമിലല്ല എന്നുള്ളത് ഒരു മാറ്ററാണ്. ഇവന്മാര് 3 പേരും കണ്ടിന്യൂസ് സീസൺ കൺസിസ്റ്റന്റ് ആവാതെ ചെന്നൈക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ കണ്ടിന്യൂസ് ഒന്നും കൺസിസ്റ്റന്റ് ആവാൻ ഇങ്ങനെ പറ്റുന്ന പ്ലേയേഴ്സ് അല്ല ഇവര്. സോ അപ്പോൾ വേറൊരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് എന്തെങ്കിലും നല്ലൊരു സൊല്യൂഷൻ അവർ കൊണ്ടുവന്നേ മതിയാവും. അല്ലെങ്കിൽ CSK ബാറ്റിംഗ് വെച്ച് മാത്രം കുറെ മത്സരങ്ങൾ പരാജയപ്പെടും. 100% ഷുവർ. ഇനി CSK ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വലിയ എക്സ്പേർട്സ് ഒന്നും അല്ലെങ്കിൽ പോലും ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അകത്ത് പിടിച്ചിട്ടേക്കുന്ന കുറെ കൊച്ചു പിള്ളേരുണ്ട്, അവർക്ക് കുറച്ച് ചാൻസ് കൊടുക്കുക. എല്ലാ ടീമുകളും ആരെങ്കിലുമൊക്കെ പിള്ളേരെ കളിപ്പിച്ചിട്ട് അവർ നല്ല രീതിക്ക് പെർഫോം ചെയ്ത് അവരുടെ ലൈഫിലെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല ഇന്നിങ്സ് വരും. പഞ്ചാബ് 5 പ്ലേയേഴ്സിനൊക്കെ കളിപ്പിക്കുന്നത് എവിടെ നിന്ന് പെറുക്കി കൊണ്ടുവരണം? ഇവര് ഇറക്കി കൊണ്ടുവന്നിട്ട് അവിടെ കരക്കി ഇരുത്തിയേക്കാണ്. ഒരു കളി പോലും കൊടുക്കണ്ടേ? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ കുറെ ഹൂഡയും ത്രിപാഠിയും രണ്ടുപേരും ലൈനപ്പിൽ ഉള്ളപ്പോഴേ CSKയുടെ കാര്യത്തിൽ തീരുമാനമാണ്. അതിന് കൂടുതലൊന്നും പറയാനില്ല. കളി കാണുന്നവരുടെ മനസ്സിലെ നെഗറ്റീവ് അപ്രോച്ചാണ്. ഹൂഡ, ജഡേജ, അശ്വിന്, പിന്നെ ത്രിപാഠി, സാംഗർ, 5 കിടിലം ബാറ്റേഴ്സ് ആണ്. എങ്ങനെയാണ് ഈ ടീമിന്റെ കളി ആ സ്റ്റേഡിയത്തിൽ പോയിരിക്കുന്നവരായാലും ഇവിടെ ലൈവിൽ ഇരുന്നാണേലും കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ കളിയിട്ട് ഉദ്ദേശിച്ചത് ഇന്നത്തെ ഒരു അപ്രോച്ച് വൻ നെഗറ്റീവ് അപ്രോച്ചാണ്. ഇതൊന്നും ഒരു ക്രിക്കറ്റില് പറഞ്ഞിട്ടുള്ള കാര്യമില്ല ഇങ്ങനെയുള്ള അപ്രോച്ച് ഒന്നും. നമ്മുടെ പാകിസ്ഥാൻ ടീമിന്റെ ഒക്കെ പറയും 2020 അതുപോലത്തെ ഒരു അവസ്ഥയാണ്. ബാബർ അസം തോറ്റു പോകും. ബാബർ അസം ഒന്നും അല്ല അതിന് മുന്നിൽ. രജിൻ രവീന്ദ്രൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സീസൺ സർവൈവ് ചെയ്യുന്നത്. ഞാൻ അയാളെ ചാമ്പ്യൻസ് ട്രോഫി പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോ ഇവിടെ കുറച്ച് ബെറ്റർ ആയിരിക്കും. പുള്ളിക്ക് ബാക്കപ്പ് ഇല്ല. പുള്ളി വിക്കറ്റ് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാം ടീമിന്റെ അവസ്ഥ. പുള്ളി നല്ലപോലെ അതുകൊണ്ടായിരിക്കണം അങ്ങനെ നിന്ന് കളിക്കുന്നത്. അറ്റാക്ക് ചെയ്യാൻ പോലും ശ്രമിക്കുന്നില്ല. പുള്ളിക്കറിയാം ടീമിന്റെ അവസ്ഥ നല്ലപോലെ അറിയാവുന്നതാണ്. അങ്ങനെ അവസ്ഥ ഉണ്ടെങ്കിൽ നല്ലൊരു ടീമിനെ വിളിച്ചെടുക്കണ്ടേ? ഹെഡിനെ 5.2 എങ്ങനെ പോയിട്ട് വിട്ടു കളഞ്ഞ ടീം. എല്ലാരും ഇവര് പോകുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ആരെങ്കിലും ഒക്കെ ഒരു ചിലപ്പോ ഒരു 25 lakhs അല്ലെങ്കിൽ 1 crore ജസ്റ്റിന് മിസ്സായി പോകുന്നുണ്ട്. അത് അവർ കൂടുതൽ വിളിക്കാൻ സമയത്തുന്നില്ല. ഇവർക്ക് ചിലപ്പോ കൂടുതൽ വലിയ എമൗണ്ട് കൊടുത്ത് വിളിച്ചിട്ട് ഇവർക്ക് 15 CR ദീപക് ചഹാർ, 10 CR ഷർദുൽ താക്കൂർ, ഇങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെയാണ് വേണ്ടത്. 8 CR ദീപക് ഹൂഡ, 7 CR കാൻ ശർമ്മ, പവൻ നേഗിക്ക് എത്ര കൊടുത്ത് 7.6. ഇങ്ങനത്തെ ഉള്ള കോടിയൊളികളാണ്. നാളത്തെ മത്സരം അഹമ്മദാബാദിലാണ്. ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈയുമാണ്. പ്രഡിക്ഷൻസ് എനിക്ക് മുംബൈ ജയിക്കുന്നതാണ് ഫീല്. ഗുജറാത്തിന് കഴിഞ്ഞ കളി കണ്ടിട്ട് അത്യാവശ്യം ഒരു സ്പിരിറ്റ് ഉണ്ട് അവർക്ക്. പക്ഷെ മുംബൈയാണ് പേപ്പറിൽ സ്ട്രോങ്. കാരണം ഹാർദിക് തിരിച്ചു വരും. അതെ, വിഘ്നേഷ് കളിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. പക്ഷെ കളിക്കുമെന്ന് അറിയില്ല. ലാസ്റ്റ് ചെന്നൈ മനസ്സിലായതും ചിലപ്പം കളിപ്പിച്ചതായിരിക്കണം. കരൺ ശർമ്മയെക്കാട്ടിലും കൂടുതൽ ബെറ്റർ ബെറ്റർ ചെയ്ത് പുത്തൂരാണ്. പിന്നെ പുത്തൂരിനെ തന്നെ കോൺഫിഡൻസ് കളയേണ്ട, നല്ലൊരു കോൺഫിഡൻസ് നിൽക്കുകയാണ്. കോൺഫിഡൻസ് കളയണ്ടെന്ന് കരുതിയിട്ട് കളിപ്പിച്ചില്ലെങ്കിലേ ഉള്ളൂ. ഒരു റോഡിൽ കൂടാണല്ലോ അഹമ്മദാബാദ്. ഇൻ കേസ് കംപ്ലീറ്റ്ലി അവർ പുള്ളി ഡൗൺ ആവാൻ പാടില്ല. അത് മുംബൈ നോക്കുമായിരിക്കാം. അവരുടെ ഒരു സ്റ്റൈൽ തന്നെ അങ്ങനെയാണ്. ഒരു പ്രതീക്ഷിക്കാത്ത ഒരു പ്ലെയർ ആയിരിക്കും ലൈനപ്പിൽ കളിക്കുന്നത്. അതൊക്കെയാണ് ഈ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. നാളത്തെ മാച്ചിൽ സഞ്ജയ് എന്താ പറഞ്ഞത്? മുംബൈ ജയിക്കുന്നതാണോ? മുംബൈയുടെ കൂടെ തന്നെയാണ്. ഹാർദിക്കുള്ളത് മുംബൈ ജയിക്കും. 3 പേര് മുംബൈ ജയിക്കുന്നതാണ് പറയുന്നത്. സോ വിൽ വെയിറ്റ് ആൻഡ് സി. എന്തായാലും ഇന്നത്തെ ഒരു RCB ഡോമിനന്റ് ആയ ഒരു ഗെയിമാണ്. അഗെയിൻ CSK എന്നത് മാത്രമല്ല, ചെപ്പോക്കിലാണ് ആ ഡോമിനൻസ് കാണിച്ചതെന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ ദേ ഡിസേർവ് ആൻ അപ്ലോസ്. അത്രയും ഭംഗിയായിട്ടാണ് അവർ ഇന്ന് കളിച്ചിരിക്കുന്നത്. CSK അവരുടെ ഫോർട്രസിൽ വെച്ച് തോൽപ്പിച്ചിരിക്കുകയാണ്. കുഡോസ് ടു ദം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.